പ്രൈസ് ലോർഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് എപ്പോഴും ജനങ്ങളോടും ശിഷ്യന്മാരോടും ഒക്കെ സംസാരിച്ചിരുന്നത് ഉപമകളിലൂടെയാണ്. ഈ 15-ാമത്തെ അധ്യായത്തിൽ 3 ഉപമകൾ പറയുന്നുണ്ട്. ഒന്ന്, കാണാതെ പോയ ആടിനെ പറ്റിയും, 2 ദ്രഹ്മ നഷ്ടപ്പെട്ട സ്ത്രീയെ പറ്റിയും, 3 ധൂർത്ത പുത്രനെ പറ്റിയുമുള്ള 3 ഉപമകളാണ് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. 3 ഉപമകളിലും അതിൻ്റെ കാതലായ ഒരൊറ്റ ഭാഗം മാത്രമേ ഉള്ളൂ. അത് മാനസാന്തരമാണ്. അതെ, ഈ ദ്രഹ്മ നഷ്ടപ്പെട്ട ആ ഒരു ഉപമയില് അതിലുമുണ്ട് ഒരു പ്രത്യേക മർമ്മം. അത് മറ്റൊന്നുമല്ല, അത് ആ സ്ത്രീയുടെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണെന്ന് സുവിശേഷം പറയുകയാണ്. യഹൂദ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹ സമയത്ത് അവർക്ക് 10 ദ്രഹ്മ കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അത് അവരുടെ ആ തലയിലിടുന്ന മൂടുപടത്തിന്റെ ചുറ്റിനും അവരിങ്ങനെ ഇങ്ങനെ തൂക്കിയിടും. അത് വളരെ പരിപാവനമായിട്ട് സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അത് നഷ്ടപ്പെടാതെ അവരെപ്പോഴും അത് സൂക്ഷിക്കുകയും ചെയ്യും. എന്നാൽ ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന വേദഭാഗത്തിൽ അതിൽ ഒരു ദ്രഹ്മ ആ സ്ത്രീക്ക് നഷ്ടപ്പെടുകയാണ്. പക്ഷെ അവൾ വെറുതെ ഇരുന്നില്ല. അവൾ വിളക്കു കത്തിച്ച് ആ വീട് മുഴുവൻ അവൾ അരിച്ച് പൊറുക്കുകയാണ്. അവസാനം ആ ദ്രഹ്മ അവൾ കണ്ടെടുക്കുകയും ചെയ്തു. അതിന്റെ ആ ഒരു സന്തോഷത്തിനാണ് വചനഭാഗത്തിന്റെ 2-ാം ഭാഗത്തിൽ പറയുന്നുണ്ട്, തന്റെ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും ഒക്കെ വിളിച്ച് അതിന്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ഉപമയിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം തീർച്ചയായിട്ടും നാം നടന്നു വന്ന വഴികളെ അതിനെ ഒന്ന് അവലോകനം ചെയ്യേണ്ടുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇന്നത്തെ ഈ ഒരു വചനഭാഗം നമ്മോട് ചോദിക്കുന്ന വ്യക്തമായ ഒരു ചോദ്യമുണ്ട്. ഈ ഒരു അടിച്ചുവാരലിന് നാം ഓരോരുത്തരും തയ്യാറാണ്. നമ്മുടെ ജീവിത മൂല്യങ്ങൾ ഒരിക്കലും നമ്മുടെ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടു പോകരുത്. അതെ, നാം അനുഭവിച്ചറിഞ്ഞ നമുക്ക് ലഭിച്ച ആ രക്ഷയുടെയും ആ സന്തോഷത്തിന്റെയും ഒക്കെ അനുഭവങ്ങൾ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അതൊരു സ്വർഗീയ സന്തോഷത്തിന് കാരണമായി തീരുകയാണ്. ജീവിതത്തിൽ ഒരു കാലത്ത് നമ്മൾ ആത്മീയതയിലൂടെയൊക്കെ നടന്നവരാണ്. പിന്നീട് എപ്പോഴോ ഇതൊക്കെ നഷ്ടപ്പെട്ടു. രക്ഷയുടെ അനുഭവങ്ങളും കൃപയുടെ അനുഭവങ്ങളും ജീവിതത്തിൽ സ്വർഗീയ അനുഗ്രഹങ്ങളും ഒക്കെ നമുക്കൊരു കാലത്ത് ലഭിച്ചവരാണ്. പക്ഷേ അശ്രദ്ധ മൂലം അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു വചനത്തിന്റെ വേദഭാഗം ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അനുതാപവും മാനസാന്തരവുമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് ഓരോരുത്തർക്കും നടന്ന് അടുത്തു വരാം. അതിനുവേണ്ടി സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ ദിവസം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.